ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് കേട്ടറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ഒരു ടൈമിൽ എന്താണ് കേട്ടറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. അപ്പോൾ ഈ വീഡിയോയിൽ കേട്ടറ്റ് പ്രിപ്പറേഷനെ കുറിച്ചാണ് മെയിനായിട്ടും പറയാനുള്ളത്, മെയിൻലി ഫോർ കേട്ടറ്റ് 3 and 4 ഹിന്ദി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ഹിന്ദിക്ക് വേണ്ടി വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഹിന്ദി കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിനു മുമ്പും പല കമൻസുകളിലൊക്കെ ചോദിക്കുന്ന കാര്യമാണ് കേട്ടറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഇതിനകത്ത് പല കേസസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേട്ടറ്റിന് വേണ്ടി ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ആദ്യമായിട്ട് കേട്ടറ്റ് എഴുതുന്നവരുണ്ടാകും. അതായത് നമ്മുടെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും, BEd ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം കേട്ടറ്റ് എഴുതാൻ പോകുന്നവരുണ്ട്. ഓക്കെ, അതൊരു കേസാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് എന്താണ്, കോഴ്സൊക്കെ കുറഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കേട്ടറ്റ് എഴുതുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കേട്ടറ്റ് ഇല്ലാതെ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഇപ്പം ഇങ്ങനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് കേട്ടറ്റിനെ കുറിച്ച് ആലോചിക്കുകയും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവരൊക്കെ ഈ ഒരു കേട്ടറ്റിന് വേണ്ടിയുള്ള പുറകിലാണ്, അല്ലെങ്കിൽ കേട്ടറ്റിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കട്ട് ഓഫ് ഇല്ല. ഓക്കെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്, കേട്ടറ്റിൽ കട്ട് ഓഫ് ഇല്ല. അതിൻ്റെ എത്രയാണ് അവർ പറയുന്ന സ്കോർ ഉണ്ട്, ആ സ്കോർ നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കേട്ടറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എന്താണ് നമുക്ക് മറ്റൊരാളുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കേട്ടറ്റ് എങ്ങനെ നേടിയെടുക്കുക. അതായത് നമ്മൾ പാസ് മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കേട്ടറ്റ് കിട്ടും. ഇനിയിപ്പം നമ്മളെ ഒരു ടാർഗറ്റ്, ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ ഒരു 100+ ടാർഗറ്റ് വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക, ഒരു 100ന് മുകളിൽ സ്കോർ ചെയ്യുക എന്നൊരു അംബീഷൻ നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. ഓക്കെ, അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, 100ന് മുകളിൽ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കേട്ടറ്റ് ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇപ്പം സൈക്കോളജിയാണ്. ഇപ്പം നമുക്കറിയാം BEd ഒക്കെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചൊക്കെ എളുപ്പമായിരിക്കും, വലിയ എളുപ്പമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ചൊക്കെ എളുപ്പമാണ്. ഒന്നുകൂടി അതിന് വേണ്ടി റിവൈസ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ. ഇനി അതുപോലെ തന്നെയാണ് സെക്കൻഡ് പേപ്പറിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് ഓർ മലയാളം. ഓക്കെ, അത് ലാംഗ്വേജ്, അതായത് ഒരു ലാംഗ്വേജ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് അതിനും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തേതാണ് ഇപ്പം നമ്മൾ കാറ്റഗറി 4ഉം കാറ്റഗറി 3യിലൊക്കെ ഒരു മൂന്നാമത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് പേപ്പറാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആകുമ്പോൾ ഹിന്ദിയാണ്. ഓക്കെ, അതിന് നല്ല രീതിയിൽ, അതായത് ഒരു 50+ സ്കോറെങ്കിലും നമ്മൾ വാങ്ങാനായിട്ട് പറ്റണം. ഓക്കെ, ഏകദേശം 80 ക്വസ്റ്റ്യനോളം ഉണ്ട്. അതിൽ 50+ സ്കോർ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കേട്ടറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പം പലരും പല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചാനൽ തുടങ്ങിയപ്പം തൊട്ട് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ PYQs അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെന്താണ്, ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷനും കൂടിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ 4 അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊരു 5 ഫാക്റ്റ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 5 പോയിന്റുകൾ നമുക്ക് കിട്ടുവാണെങ്കിൽ ആ 5 പോയിന്റുകളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പം BEd ചെയ്യുന്നവർ, അങ്ങനെ പല കോഴ്സുകൾ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം എന്താണ് BEd കഴിഞ്ഞിട്ട് PG ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, അപ്പം നമ്മളിപ്പം ഹിന്ദി ആയതുകൊണ്ട് തന്നെ ഹിന്ദി ലിറ്ററേച്ചർ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ പഠിച്ച് തീർത്തിട്ട് കേട്ടിട്ട് ക്രാക്ക് ചെയ്യാം അതൊന്നും പോസിബിൾ അല്ല. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ PYQs നോക്കുക. ഓക്കെ, അതിനകത്ത് എന്ത് കൺസെപ്റ്റാണോ ചോദിച്ചിട്ടുള്ളത്, ഇപ്പം കഴിഞ്ഞ എക്സാമിൻ്റെ ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, മൊത്തം 150 ക്വസ്റ്റ്യൻ ഉണ്ട്. 150 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 150 × 4. ഓക്കെ, അത്രയും കൺസെപ്റ്റുകൾ നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും നോളജുമായിട്ട് നമ്മളൊരു എക്സാം ചെല്ലുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ PYQs മാത്രം നോക്കുക, അതൊരു നല്ല കാര്യമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജേർണി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അതല്ലാതെ നമ്മൾ ഹിന്ദി ലിറ്ററേച്ചർ ഫുള്ള് പഠിക്കുന്നു, അതുപോലെ സൈക്കോളജി കംപ്ലീറ്റ് പഠിക്കുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ടൈം കുറേയും കൂടി എടുക്കും, ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നൊന്നും പറയില്ല ഞാൻ, പക്ഷേ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ സിലബസ് വെച്ചുകൊണ്ട്, അപ്പോൾ സിലബസിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമേ വരില്ല. ഓക്കെ, PYQs ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ
നമുക്ക് സിലബസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ സിലബസിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഈ ക്വസ്റ്റ്യൻ മുഴുവൻ വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എവിടെയൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു കൺസെപ്റ്റുകൾ, അതായത് ഞാൻ പറഞ്ഞ പോലെ 150x4 അത്രയും കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഈ 150x4 എന്ന് പറയുന്നത് 150 ക്വസ്റ്റ്യനും അതിൻ്റെ 4 ഓപ്ഷൻസും. ഓക്കെ, അപ്പോൾ അത്രയും കൺസെപ്റ്റുകളാണ് നമുക്കതിനകത്ത് വരുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ റിയൽ ആയിട്ടുള്ള ആൻസറും ആകുമ്പോൾ ഒരു കൺസെപ്റ്റായി. പിന്നെ അത് കൂടാതെ എന്താണ്, നമുക്ക് 3 ഓപ്ഷനും കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ എത്രയാണ്, 4 കൺസെപ്റ്റുകൾ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഞാൻ 150x4 പറഞ്ഞത്. ഇനി അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പോൾ ലാംഗ്വേജിൽ എടുക്കുവാണെങ്കിൽ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആൻസർ എഴുതാനുള്ളതുണ്ട്. അത് നമുക്ക് പ്രത്യേകിച്ച് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ന്യൂസ് പേപ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തൊരു പോം വഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ വേണ്ടി നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ അതുകൂടാതെ എന്താണ്, ബേസിക് ആയിട്ട് നമുക്ക് കൺഫേം ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് കൺഫേം ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ കാറ്റഗറി 4 എടുക്കുകയാണെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള ഉപന്യാസങ്ങൾ മീൻസ് നോവൽസ്, അതുപോലെ തന്നെ സ്റ്റോറീസ്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ എന്താണ് ഇന്ന ക്വസ്റ്റ്യൻസ് വരും എന്ന് ഉറപ്പാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഇപ്പോൾ എന്താണ് ഒരു ഗില്ലു എന്ന് പറയുന്ന മഹാദേവ് വർമ്മയുടെ ഉണ്ട്. അതിൽ നിന്ന് കാറ്റഗറി 4 ഡെഫിനറ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സംസ്മരണകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ തിയറീസിലാണെങ്കിലും അതുപോലെ തന്നെ പെഡഗോജി വൈസ് ആണെങ്കിലും പെഡഗോജിയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ അത് ആ കൺസെപ്റ്റുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. PYQസിന് വെച്ചുകൊണ്ട് ആ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് PYQസിനെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇനിയിപ്പം ഒരു വീഡിയോസ് ചെയ്യാം എന്നൊക്കെ ഓർത്താണ് ഇരിക്കുന്നത് നമ്മുടെ എക്സാം ആകുമ്പോഴത്തേനും. ഓക്കെ, സോ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പം നമ്മുടെ കാര്യം പറയുവാണെങ്കിൽ കേട്ടറ്റ് ഹിന്ദിയുടെ ഏകദേശം 70ഓളം വീഡിയോസ് കേട്ടറ്റ് ഹിന്ദിയുടെ പ്ലേലിസ്റ്റിനകത്തുണ്ട്. ഓക്കെ, അതിപ്പം 3ക്കും 4നും ഒരേപോലെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിനകത്ത് കൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ എക്സാമിന് വരുന്ന കൺസെപ്റ്റുകൾ നമ്മൾ മാറി മാറി എന്നുവെച്ചാൽ ഒരു കൺസെപ്റ്റ് ഒരു പ്രാവശ്യമേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മളിപ്പം ഗില്ലുവിനെ കുറിച്ചൊക്കെ ഒറ്റ വീഡിയോ ചെയ്തിട്ടുള്ളൂ, അത് മതി അതിന്. ഓക്കെ, കൂടുതൽ കാട് കയറി പോകേണ്ട ആവശ്യമില്ല. ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് നമുക്ക് അതിലെ മെയിൻ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആ രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേട്ടറ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം നമുക്കിനിയും പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇപ്പം B.Ed പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അതുപോലെ തന്നെ എന്താണ് കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്നവരാണ്. അവർക്കൊക്കെ എന്താണ് കുറച്ചുകൂടി ടൈം കിട്ടും. പക്ഷേ അതല്ലാതെ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ കേട്ടറ്റ് ഇപ്പം നിർബന്ധം ആയതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ടൈം മാനേജ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എവിടെയെങ്കിലും സ്കൂളുകളിൽ വർക്കിംഗ് ആണെങ്കിൽ സ്കൂളിലെ ഡ്യൂട്ടീസ് കാണും, പിന്നെ പഠിപ്പിക്കാനുള്ളതിൻ്റെ പ്രിപ്പറേഷൻ കാണും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് കുറച്ചുകൂടി ടൈം മാനേജ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏറ്റവും നല്ല PYQs വെച്ച് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസിനെയൊക്കെ മാക്സിമം കണ്ടുകൊണ്ട് എന്താണ് ഒരു സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ നോക്കുക. അതാണ് പറയാനുള്ളത്. ഓക്കെ, സോ ഇപ്പം ഇതൊക്കെയാണ്. പിന്നെ ഞാനിപ്പം എടുത്തു വെച്ചിരിക്കുന്ന എൻ്റെ ബ്ലോഗാണ് പയാം ചന്ദ്രൂസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ കിട്ടും. ഇതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് കുറേ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുണ്ട്. പിന്നെ അതുപോലെ ഇതിന് ശേഷം അതായത് കുറേ നോട്ട്സ് നമ്മുടെ ടെലഗ്രാമിലുണ്ട്. ഇപ്പോൾ 2ലും ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഗില്ലുവിൻ്റെ ഉണ്ട്, ദുഃഖ് കഹാനി. ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾ ഡേറ്റ് നോക്കിയാൽ April 25, 2022. ഇപ്പം എത്ര 26 സ്റ്റിൽ ഇത് അവൈലബിൾ ആണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തത് എന്താണ്, ദുഃഖ് എന്ന് പറയുന്ന ഒരു യശ്പാലിൻ്റെ ആ ഒരു സ്റ്റോറി അതെന്താണെന്ന് മനസ്സിലാക്കാനാണ് നമ്മളിത് ഈ വീഡിയോ ചെയ്തത്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് കഹാനിയാണ്, യശ്പാലിൻ്റെ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ക്യാരക്ടേഴ്സിൻ്റെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ്. ഷോർട്ട് സമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഷോർട്ടല്ല, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു ഇത്രയും സെൻറ്റൻസുകളിലൂടെ നമ്മൾ അതിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഒരു തീം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അതിനുശേഷം അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ് അന്ന് ഇതിനകത്ത് ചോദിച്ചത്. യശ്പാൽ കി ഘടന നിമ്നലിഖിത് കിസ് കോടി മേ ഹെ, ഛായാവാദി, പ്രഗതിവാദി, ഹാലാവാദി, രഹസ്യവാദി.
ഓക്കെ, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഈ വീഡിയോ ഇവിടം വരെ കാണുന്നവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നും കൂടി അറിയണ്ടേ. ഓക്കെ, അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. യശ്പാൽ കി ഗണന നിമ്നലിഖിത് കിസ് കോഡി മേ ഹെ? ഛായാവാദി, പ്രഗതിവാദി, കാലാവാദി, രഹസ്യവാദി. 4 ഓപ്ഷൻസും കൂടി ഉണ്ട്. ഓക്കെ, കാരണം ഞാനിങ്ങനെ പല വീഡിയോസിൽ ഇങ്ങനെ പറയാറുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട്, അതായത് ഓപ്ഷൻസ് കമൻറ്റ് വരാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ കമൻറ്റ്സ് വരുമ്പോൾ എന്താണ് നമുക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനും തോന്നും. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിൽ ഇപ്പോൾ ബ്ലോഗിനകത്തുണ്ട്. ഇപ്പോൾ ഇത് കൂടാതെ ടെലഗ്രാം ചാനലിനകത്ത് കുറേ നോട്ട്സ് ഉണ്ട്, PDF ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടി? എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എന്താണ് കേട്ട പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ മെയിനായിട്ട് പറയാനുള്ള. പിന്നെയുള്ള ഒരു കുറച്ച് വീഡിയോസിലൂടെ നമുക്ക് PYQs അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം കേട്ടലിന് പ്രിപ്പയർ ചെയ്യുന്നവർ സ്മാർട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യാതെ സ്മാർട്ട് വർക്ക് ചെയ്യുക. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.